ഹലോ, ഇന്ന് നല്ല അടിപൊളി കൊഞ്ചം കിട്ടിക്കനോ. എന്നാ പിന്നെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന എന്തെല്ലാം ഉണ്ടാക്കിയെന്നാ നമ്മൾ വരട്ടുകയും ചെയ്ത് ചാറും വെച്ച്. ചാറ് എന്ന് വെച്ചാൽ നമ്മളെ തേങ്ങ അരച്ച കറിയില്ലേ, തേങ്ങ അരച്ച കറിയും വെച്ച്. പിന്നെ ഇനി എന്തെന്നാ ഉണ്ടാക്കുവാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നേരം നമ്മളെ ഫ്രൈ ഉണ്ടാക്കിയാലോ എന്നൊരു ഓർമ്മ. എന്നാ പിന്നെ കുറച്ച് കൊഞ്ചനെടുത്ത് ഫ്രൈ അങ്ങ് ആക്കി കളിയല്ലേ. വേഗം പോയിട്ട് എന്ത് പണിയെടുത്തോളി, ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളി. എന്തിനാന്നല്ലേ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണണ്ടേ. എന്നാ പിന്നെ വേഗം പോയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേട്ടാ. കുറച്ച് കൊഞ്ചൻ ഇങ്ങനെ ഭാരി ഇങ്ങനെ എടുക്കാൻ തന്നെ അതിൻ്റെ ഒരു ചേല് കണ്ട നിങ്ങൾ. നല്ല അടിപൊളി മൊഞ്ചുള്ള കൊഞ്ചം കേട്ടാ. എന്നാ പിന്നെ ചെറുങ്ങനെ വൃത്തിയാക്കി ഇങ്ങ് എടുക്കാം. ഇതെപ്പാ വൃത്തിയാക്കി തീരുവാ, എന്നാലും കുറച്ചിങ്ങ് വൃത്തിയാക്കി എടുക്കാം. എന്തിന് നമ്മളെ ഫ്രൈക്ക് വേണ്ടിയത്, കറിക്ക് വേണ്ടിയ വേറെ വൃത്തിയാക്കാം. എന്നാ നമുക്ക് അതിൻ്റെ സാധനങ്ങളെല്ലാം അങ്ങ് സെറ്റാക്കി എടുക്കല്ലേ. എന്നാൽ പിന്നെ നല്ല ചീരോ പറങ്കി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ചീരോ പറങ്കിയോ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ ചീരോ പറങ്കിയോ, അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 നമ്മളെ വെളുത്തുള്ളിയും നല്ല പോലെ ചതച്ചിങ്ങെടുക്കണം കേട്ടാ. എങ്ങനെയാന്നാ മിക്സിയിലിട്ട് അധികം ഒന്നും ചതക്കണ്ട, നമ്മൾ ചെറുങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടാ. നമ്മളെ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ നമ്മളെ കൈ എന്തിനൊക്കെ ഉണ്ടായാലും പ്രശ്നമില്ല കേട്ടാ. മിക്സിയിലിടുന്നവർക്ക് ഇടേ നമ്മൾ വെറുതെ പറഞ്ഞു തന്നാളുള്ളൂ ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടാ. എന്നാൽ പിന്നെ വേഗം അടുപ്പങ്ങ് കൂട്ടിക്കോളി, ചട്ടി അങ്ങ് വെച്ചോളി. അടുപ്പ് എന്തിനാന്നല്ലേ, നിങ്ങൾക്ക് അടുപ്പ് കത്തിക്കാൻ കഴിയല്ലേ, നിങ്ങൾ വേഗം പോയിട്ട് ഗ്യാസുമ്മ കത്തിച്ച്. ഇതൊരു മൊഞ്ചിന് വേണ്ടി മാത്രം ഞാൾ കത്തിച്ചതട്ടാ. അങ്ങനെ അടുപ്പും കത്തിച്ച് അതിലേക്ക് ചട്ടിയും വെച്ച് കുറച്ച് എണ്ണ വരണേ. എണ്ണ എത്രയാന്നല്ല, ഒരു 3 സ്പൂണ് 4 സ്പൂൺ എടുത്താട്ടോ. കാരണം നമ്മളെ കൊഞ്ചനൊന്നും പൊരിച്ചെടുക്കാത്തല്ലേ, പൊരിക്കാത്ത ഫ്രൈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേട്ടാ. അപ്പോൾ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. ഓയിലൊന്നും വേണ്ട, വെളിച്ചെണ്ണൻ്റെ അച്ചോയുണ്ടല്ലോ അതെല്ലാം വന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ കൊഞ്ച് ഫ്രൈ നമുക്ക് ഉണ്ടാക്കി കളിയട്ടാ. നമ്മൾ പൊടിയായി അരിഞ്ഞ 3 വെല്ലുള്ളി കേട്ടാ. നമ്മളെ നല്ല വെല്ലുള്ളി 3 പൊടിയായി അരിഞ്ഞത് തൊട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിടണേ. ഉപ്പിട്ടാ വേഗം ഉള്ളി വാടും, അതുകൊണ്ട് നമ്മൾ ഉപ്പിടുന്ന കേട്ടാ. വേഗം ഫസ്റ്റ് തന്നെ ഉപ്പിടുന്നേ. അങ്ങനെ ഉപ്പ് ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾക്ക് എന്ത് പണി എടുക്കുക, ഒന്നുള്ളി വാടിയാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഇല്ലേ, അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ. അല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ. അത് പിന്നെ ഞാൻ പറയണേ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ. നല്ലോണം ഇളക്കി മിക്സാക്കി കുഴച്ചിങ്ങെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയ മല്ലിപ്പൊടി 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ തന്നെ മുളക് പൊടി കേട്ടാ. കാശ്മീരി മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്തിനാന്നല്ലേ, നമുക്ക് എരിവില്ലാണ്ട് കിട്ടണ്ടേ. അങ്ങനെ എല്ലാ മസാലപ്പൊടി ഇട്ട് ഉള്ളി കിടന്നൊന്ന് പച്ചമണയെല്ലാം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. എങ്ങനെ പച്ചമണയെല്ലാം നല്ലോണം മാറിക്കിട്ടിയാൽ നമ്മളെ ഒരു 1.5 തക്കാളി നമ്മൾ മുറിച്ച് വെച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല പോലെ ഇളക്കി തക്കാളി എല്ലാം ഒന്ന് വാടി വരൂലേ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം നിർബന്ധമില്ല, എന്നാലും ഒരു മൊഞ്ചിന് വേണ്ടി പാർന്ന് നിന്നാളും കേട്ടാ. പിന്നെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചനില്ലേ, നമ്മൾ തലയോട് കൂടിയിട്ട് ആ കൊഞ്ചം മുറിച്ചെടുത്ത കേട്ടാ. ആ കൊഞ്ചൻ നമ്മൾ അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കുഴച്ച് മറിച്ച് തിരിച്ചിങ്ങെടുക്കണം കേട്ടാ. എന്നിട്ടെന്ത് നമ്മൾ കുറച്ചു നേരം മൂടി വെക്കണടോ. ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. അല്ല, നമ്മളോട് കരിയമ്പിൻ്റെ ചപ്പിടാൻ പറയാൻ മറന്നു വയ്ക്കില്ലേ. ഒരു 3 തണ്ട് കരിവേപ്പിലയും ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ. ഒരു 1/4 സ്പൂണ് കുരുമുളക്. എരിവ് നിങ്ങൾക്ക് കൂടുതലുമാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ടോളെ. നമ്മളൊരു സുമാറ് അളവ് പറഞ്ഞു തന്നെയാ. അങ്ങനെ നമ്മളെ കൊഞ്ചൻ നമ്മളെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം സെറ്റായി വന്ന് കേട്ടാ. എന്നാൽ പിന്നെ നമുക്കൊരു പിടി ചോറെടുത്ത് അതിലേക്ക് ചൂടുള്ള കൊഞ്ച ഫ്രൈ ഇട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക. അടിപൊളി, സ്വർഗ്ഗലോകം കണ്ട് സൂപ്പർ ടേസ്റ്റ്.